എർത്ത് മീഡിയയിലേക്ക് സ്വാഗതം. ദുബായിലെ അമ്പരചുംബിയാണ് ബുർജ് ഖലീഫ. എത്ര തവണ കണ്ടാലും പുതുമ നഷ്ടപ്പെടാത്ത ലോകത്തെ കൂറ്റൻ കെട്ടിടം. 3 കമ്പനികൾ ചേർന്നാണ് ബുർജ് ഖലീഫ നിർമ്മിച്ചത്. എന്നാൽ ഇവരല്ല ഈ കൂറ്റൻ കെട്ടിടത്തിന്റെ ഉടമസ്ഥർ. ദുബായ് ഭരണകൂടമാണ് ബുർജ് ഖലീഫയുടെ ഉടമസ്ഥർ എന്ന് ചിലർ വിശ്വസിക്കുന്നു. ഷാർജ ഭരണകൂടമാണ് എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ 828 മീറ്റർ ഉയരമുള്ള ഈ മനോഹരമായ കെട്ടിടത്തിന്റെ ഉടമകൾ യുഎഇയിലെ എമാർ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ബുർജ് ഖലീഫയെ കുറിച്ചും എമാർ പ്രോപ്പർട്ടീസിനെ കുറിച്ചുമുള്ള രസകരമായ കാര്യങ്ങൾ അറിയാം. 163 നിലയുള്ള ബുർജ് ഖലീഫ ആഡംബരത്തിന്റെയും അഭിമാനത്തിന്റെയും ചിഹ്നമായി യുഎഇ ഉയർത്തിക്കാട്ടുന്ന കെട്ടിടമാണ്. ബുർജ് ഖലീഫയുടെ നിർമ്മാണത്തോടെയാണ് ലോക സഞ്ചാര ഭൂപടത്തിൽ ദുബായ് നിറയാൻ തുടങ്ങിയത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന യുഎഇയുടെ മുഖമാണ് 6 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ബുർജ് ഖലീഫ. 2004 ബുർജ് ഖലീഫ നിർമ്മാണം തുടങ്ങിയത്. 2010 ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഈ കെട്ടിടത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ എമാർ പ്രോപ്പർട്ടീസ് ആണ്. യുഎഇ കേന്ദ്രമായുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണിത്. മുഹമ്മദ് അലബ്ബാർ ആണ് കമ്പനിയുടെ ചെയർമാൻ. ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ദുബായ് എന്ന യുഎഇയുടെയും സോവറിൻ വെൽത്ത് ഫണ്ടുമായാണ് ഈ കമ്പനിയുടെ പ്രധാന 2 ഓഹരി ഉടമകൾ. ലോകത്തെ പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് എമാർ പ്രോപ്പർട്ടീസ്. ദുബായ് മാൾ, ദുബായ് ക്രീക്ക് ടവർ, ദുബായ് ഫൗണ്ടൈൻ എന്നിവയ്ക്ക് പിന്നിലെല്ലാം ഈ കമ്പനി തന്നെയാണ്. എന്നാൽ കൂട്ടമായ പരിശ്രമത്തിലൂടെയാണ് ബുർജ് ഖലീഫ നിർമ്മിച്ചത്. 3 കമ്പനികളായിരുന്നു ഇതിന് പിന്നിൽ. ദക്ഷിണ കൊറിയയിലെ സാംസങ് C&T, ബെൽജിയത്തിലെ ബെസിക്സ്, യുഎഇയിലെ അറബ് ടെക് എന്നിവയായിരുന്നു ആ കമ്പനികൾ. നോർത്ത് ഡെക്കോട്ടയിലെ KVLM-YTV ആയിരുന്നു ലോകത്തെ ഉയരമുള്ള കെട്ടിടം. ടൊറന്റോയിലെ TN ടവർ ആയിരുന്നു സ്വതന്ത്രമായി നിൽക്കുന്ന ഏറ്റവും വലിയ കെട്ടിടം. ഈ 2 റെക്കോർഡുകളും ഒരുമിച്ച് തകർത്തായിരുന്നു ബുർജ് ഖലീഫയുടെ വരവ്. കൂടാതെ ഏറ്റവും കൂടുതൽ നിലകളുള്ള കെട്ടിടവും ഇന്ന് ബുർജ് ഖലീഫയാണ്. ഏറ്റവും കൂടുതൽ നിലകളിൽ ആളുകൾ താമസിക്കുന്നു എന്ന പ്രത്യേകതയും ഈ കെട്ടിടത്തിനുണ്ട്. യുഎഇയുടെ വഴിയെ സഞ്ചരിക്കുകയാണ് GCCയിലെ മറ്റു രാജ്യങ്ങളും. കുവൈറ്റിൽ കൂറ്റൻ കെട്ടിടത്തിന്റെ പണി പുരോഗമിക്കുകയാണ്. സൗദി അറേബ്യയിലും വരുന്നുണ്ട് കൂറ്റൻ ടവർ. എങ്കിലും ഇവയെല്ലാം ബുർജ് ഖലീഫയോളം വരുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ച് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ യുഎഇ ഭരണാധികാരികളുടെ ഇച്ഛാശക്തി എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നതാണ്.